Good morning, ladies and gentlemen. Chai cheers to each and everyone. Many happy returns of the day to the one and only. അയ്യോ പൃഥ്വിരാജായി പോയി നമ്മുടെ സ്വന്തം മോനെ ഞങ്ങൾക്ക് സുഖം തന്നെ ഷാറുഖ് ഖാൻ. അപ്പോൾ ഷാറുഖ് ഖാൻ എൻ്റെ വക ബർത്ത്ഡേ വിഷസ് ഇപ്പം അങ്ങ് കാണാതിരിക്കുകയാണ് അങ്ങ് ഇരുന്നത്. എന്തിനാണെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലേ. എനിക്ക് സത്യം പറഞ്ഞ ലൈഫിൽ ഈ കുറച്ച് സെലിബ്രിറ്റികളെ കാണണമെന്നേ ആഗ്രഹമുള്ളൂ. അതിൽ വൺ ഓഫ് ദ ഒരാൾ ഈ മനുഷ്യനാണ് ഷാറുഖ് ഖാൻ. അത് എന്തുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ള പുള്ളിയുടെ അടുത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു ഓറയും പുള്ളിയുടെ ആ ഒരു കിങ് ഖാൻ പരിപാടിയും ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരു വേറെ ലെവൽ, ആ ലെവൽ സ്റ്റാർഡും ആ ലെവൽ വൈബൊക്കെ ഉള്ള. ഇനി എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ വരുമെന്ന്. ഒരു യശ് ഉണ്ടായിരുന്നു. യശ് കുറേ വർഷമായിട്ട് ഒരു ടോക്സിക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അതിൻ്റെ അവസ്ഥയെന്ന് പടച്ചവന് മാത്രം അറിയാം. അപ്പം ഞാൻ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഷാരൂഖ് ഖാൻ്റെ ദ കിങ് എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ റിവീൽ, അതായത് അതാണ് പേര്, അതിൻ്റെ ടൈറ്റിൽ റിവീൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സിദ്ധാർത്ഥ് ആനന്ദ, നമ്മുടെ മറ്റേ പഠാനും അതൊക്കെ എടുത്ത മനുഷ്യനുണ്ടല്ലോ, അവനാണ് ഇത് ഡയറക്റ്റ് ചെയ്യണത്. അപ്പം എന്തായാലും യഷ് രാജായിരിക്കും. അതാ റെഡ് ചില്ലീസാണ്, ഏതാ ഒരു കമ്പനിയുടെ. അപ്പം പഠാൻ്റെയും ജവാൻ്റെയും പിന്നെ ഒരു തൊലിഞ്ഞ പടം ഉണ്ടായിരുന്ന ഡങ്കീരെയൊക്കെ വിജയത്തിന് ശേഷം, ഡങ്കീർ വിജയമായിരുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം നമ്മുടെ SRK വരെയാണ്. കഴിഞ്ഞ ദിവസം ഏതൊരുത്തൻ ചോദിച്ചു ഇന്ത്യയിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആരാണ്. എൻ്റെ കാഴ്ചപ്പാട് ഷാറൂഖ് ഖാനാണ്. അതായത് എല്ലാവർക്കും ഷാറൂഖ് ഖാൻ അറിയാം. നിങ്ങൾ എവിടെ വേണോ പോയിക്കും, ലോകത്തിൽ എവിടെ പോയിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ ഇങ്ങനെ ആയിരിക്കും പറയണത്. അതങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ചായ തീർന്നിരിക്കുകയാണ്, നമുക്ക് റിയാക്ട് ചെയ്യാം. അതെ, അതാണ്ട് റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യശ് രാജല്ല, കിങ് ടൈറ്റിൽ റിവീൽ ഷാറൂഖ് ഖാൻ, സിദ്ധാർത്ഥ് ആനന്ദ് ഡയറക്ഷൻ. നമുക്ക് എന്തിനാണെങ്കിലും നോക്കട്ടെ. മ്യൂസിക് ഹൈ വോളിയം. ആദ്യം തന്നെ ഇടിവെട്ടാണ്. ഇതേത് ജയിലാണെന്ന് തോന്നല്ലോ, ഏതൊരു ജയിലാണെന്ന് തോന്നുന്നു. ഓ ഷോട്ട്. എത്ര പേരെ കൊന്നെന്ന് പുള്ളിക്ക് എന്നെ ഓർമ്മയില്ലാന്ന്. 2026 റിലീസ്. അത് നല്ലവരാണോ ചീത്തവരാണോ എന്ന് പുള്ളിക്ക് അറിയത്തില്ല. അയ്യോ, കാട് വെച്ച് കൊന്നാടേ. ജോൺ വിക്ക് പെൻസിൽ വെച്ച് കൊല്ലണേ കണ്ടോണ്ട്. നമ്മുടെ കാട് വെച്ചൊരു സായിപ്പിനെ കൊന്നു. ഓ അയ്യോ എൻ്റെ അമ്മോ. കിങ് കിങ് കോങ്. കാട് തിന്നണ, വിശക്കണം. നല്ല വല്ലതൊക്കെ കഴിച്ചാൽ പോലെ. എന്തൊരു ലുക്കടേ മോനെ. കാതിൽ ചുമന്ന കടുക്ക് കിട്ടേക്കണം. ഇനി നമ്മുടെ ബാർബർ ബാലം കൊടുത്താണ്. നല്ല ചളിയായിരുന്നു. എ ന്യൂ ഷാറൂഖ് ഖാൻ എക്സ്പീരിയൻസ്. 10 നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പഴയതായിരുന്നു. ഓ എൻ്റെ അമ്മോ. ഇങ്ങേരെ ഉണ്ടല്ലേ, എത്ര പ്രായമുണ്ട്, 10-60 വയസ്സ് വരും ഇങ്ങേര്. എന്ത് ഡ്രസ്സ് ഇട്ടാലും, എന്ത് കണ്ണാടി വെച്ചാലും, നരച്ചതായിക്കോട്ടെ ചുമന്നതായിക്കോട്ടെ ഫ്ലൂറസെൻ്റ് മുടി ആയിക്കോട്ടെ, എന്തും ഈ മനുഷ്യന് ചേരൂടെ തോന്നിടേ. മോനെ എന്തൊരു ലുക്കടേ. ഓ മാൻ, ഇതൊക്കെ കോപ്പിറൈറ്റ് ഇപ്പം അടിച്ചെൻ്റെ മണ്ടേ വെച്ചിരുന്നാലും ഇറ്റ് വാസ് വെർത്ത് ഇറ്റ്. അത് കണ്ടാടേ, ഷോർട്ട് ഗൺ വെച്ച് ചെയ്ത് തന്നെ പല്ല് അടിച്ച് പൊളിച്ചിട്ട് അവൻ്റെ വായിൽ വെച്ചിട്ട് റീലോഡ് ചെയ്ത്. ഓ വേണ്ട ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഒരു ലുക്കടെ നരച്ച മുടിയും ചുമന്ന കടുക്കനൊക്കെ ഇട്ട് 60 വയസ്സ് അങ്ങനെ ഇരിക്കണം. നമ്മളൊക്കെ കഴിക്കണം ഒരുമാതിരി കതച്ച ഒരുമാതിരത്തെ ജാക്കറ്റ് വിട്ട്. ഞാൻ ഈ മനുഷ്യൻ ഇങ്ങേര് സൽമാൻ ഖാനെ പറ്റി ഞാൻ പിന്നെ ഒന്നും പറയണല്ലോ. വല്ലതൊക്കെ പറഞ്ഞു ഞാൻ ദുബായിലേക്കാണ്. ഇങ്ങനെ ആൾ വന്ന് എന്നെ വെട്ടും.
അണ്ണാ ഞാനൊന്നും പറഞ്ഞില്ല അണ്ണാ, അണ്ണൻ കിടിലുമാണ്. നോ കമൻസ് അണ്ണാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമീർ ഖാൻ പിന്നെ പുള്ളി ഇതൊരു കൺഫ്യൂസ് സ്റ്റേജിലാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു എന്തോ ഒരു പേടിയുണ്ട് പുള്ളിക്ക്. അതായത് പുള്ളി എന്തോ ഒരു ഭയത്തിലാണ്. പുള്ളി അങ്ങോട്ട് ഇറങ്ങണില്ല പഴയതുപോലെ. പിന്നെ ഇവരൊക്കെ തന്നെടേ ഞാൻ ഇപ്പം ആകെ ഇനി മറ്റേ രൺവീർ സിംഗിൻ്റെ പടമൊക്കെ നിങ്ങൾ ഇറങ്ങാൻ പോകണമെന്ന് പോലും പറഞ്ഞിട്ടല്ലോ. ഹനുമാൻ കഴിഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട്, പൊളി സാധനമാണ്. എന്തിനാണെങ്കിൽ സമയം കളയാനില്ല. അപ്പം ഷാറൂഖ് ഖാൻ മെനി ഹാപ്പി റിട്ടേൺസ് കണ്ണാ. ഓക്കെ ശരി, എന്നാൽ ബൈ എല്ലാവർക്കും. ഞാൻ പറഞ്ഞത് ബൈ.